റെസ്പിറേറ്ററി ഇമ്മ്യൂണിറ്റി കുറവാണ്, ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരുന്നുണ്ട്, അതുപോലെ തന്നെ നാസൽ മൂക്കടപ്പ് വരുന്നുണ്ട്, അതുപോലെ എന്തെങ്കിലും ശ്വാസസംബന്ധമായ ബ്രോങ്കൈറ്റിസോ അലർജിയോ എന്തുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ തിപ്പല്ലി നിങ്ങൾക്ക് എടുക്കാം. ആയുർവേദ ഷോപ്സിലൊക്കെ തിപ്പല്ലി നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഏറ്റവും നല്ലത് തിപ്പല്ലിയുടെ ആ മുളക് പോലത്തെ സാധനം വാങ്ങിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ മിക്സിയിൽ പൊടിച്ചെടുക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. അത്ര ഹാർഡായിട്ടുള്ള സാധനമല്ല, കുരുമുളകൊക്കെ പൊടിയുന്ന പോലെ തന്നെ പൊടിയുന്നതാണ്. അപ്പോൾ കുറച്ചൊരു 200 ഗ്രാമൊക്കെ തിപ്പല്ലി വാങ്ങിച്ചുകൊണ്ട് വരിക. അത് തീർച്ചയായിട്ടും നന്നായിട്ട് മിക്സിയിൽ പൊടിച്ച് വെക്കുക. അരിക്കേണ്ട ഒന്നും ആവശ്യമില്ല, അതിൻ്റെ എല്ലാ പാർട്സും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അത് പൗഡറാക്കി വെക്കുക, ഫൈൻ പൗഡറാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ 1/4 ടീസ്പൂൺ വീതം 5 നേരമായിട്ട് നിങ്ങൾ തേനിൽ ചാലിച്ച്, ചെറുതേനുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്, അല്ലെങ്കിൽ സാധാരണ തേനിൽ ചാലിച്ച് 5 നേരമായിട്ട്, രാവിലെ 1/4 ടീസ്പൂൺ, അങ്ങനെ ഒരു ദിവസത്തിൽ 5 നേരമായിട്ട് ഡിവൈഡ് ചെയ്ത് ഇത് കഴിക്കുക എന്നുള്ളതാണ്. തേന് വേണ്ട എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് 1/4 ടീസ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണെങ്കിലും കഴിക്കാം. കുട്ടികൾക്കാകുമ്പോൾ 1/4 ടീസ്പൂൺ എടുക്കണ്ട, കുറച്ചും കൂടെ കുറവ് എടുത്തിട്ട് തേനിൽ ചാലിച്ച് കൊടുത്താൽ മതി. അടുപ്പിച്ചൊരു 5 ദിവസത്തേക്ക് കഴിച്ചോ. നിങ്ങൾക്ക് ഇപ്പോൾ വിട്ടുമാറാതെ നിൽക്കുന്ന ചുമയുണ്ടെങ്കിൽ, കുത്തി വരുന്ന ചുമ, വായിൽ ഇപ്പം കിടക്കുമ്പോൾ തൊണ്ടയിലൊക്കെ കഫം ഇറങ്ങി വരുന്ന അവസ്ഥ, കഫക്കെട്ട്, മഞ്ഞ നിറത്തിലുള്ള കഫം, എല്ലാ രീതിയിലുള്ള കഫസംബന്ധമായ അസുഖങ്ങളും റെസ്പിറേറ്ററി അസുഖങ്ങളും മാറാൻ തീർച്ചയായിട്ടും ഗുണപ്രദമാണ്. അപ്പോൾ കുറേ മരുന്ന് ചെയ്ത് മടുത്തവരാണെങ്കിൽ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ.